കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാവുമല്ലോ, കുട്ടികളൊക്കെ വെക്കേഷനല്ലേ. അപ്പോൾ ഒരു വെക്കേഷൻ എങ്ങനെയാണ് നന്നായിട്ട് ചിലവഴിക്കുക എന്നുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതങ്ങനെ ഇപ്പോൾ എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് ഒരു ആഘോഷമൊക്കെ കഴിഞ്ഞ് ഒരു ഉത്സാഹത്തിൽ മുൻപിലായിരിക്കും. ഒരു റെസ്ട്രിക്ഷനും ഇല്ല കുട്ടികൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ 10 months എന്താണ് പഠിച്ചിട്ടും അസൈൻമെൻറ്റ് എഴുതിയിട്ടും ബോർഡ് എക്സാംസിനുള്ള പ്രിപ്പറേഷനായിട്ടും മൊബൈലും ടി വിയും ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് അവർ വേറൊരു ഭയങ്കര ഒരു ടെൻസ്ഡ് മൂഡിലായിരുന്നു. ഇപ്പം എന്താ അതിനൊക്കെ റിലാക്സ്ഡ് മൂഡിലാണ് ഈ 2 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 2 months അടിച്ചു പൊളിക്കണം. എല്ലാ കുട്ടികളുടെ ആഗ്രഹം നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നാണ്. അത് തന്നെയാണ് വേണ്ടത്. ഈ നന്നായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി നമുക്ക് വരണം അല്ലേ. നമ്മൾ പറയുന്നത് നമ്മൾ നല്ല റെസ്റ്റ് എടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആവും. ആ എനർജറ്റിക് ആകുമ്പോൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് അക്കാഡമിക്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നേ വേണം. വിഷുവൊക്കെ നല്ല ആഘോഷിക്കണം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമല്ല, സമയമാണല്ലോ. ആ സമയമാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ആ സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ വിലപിടിപ്പുള്ളൊരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ്. അപ്പോൾ സമയം നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു അസറ്റ് തന്നെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ വരും വേണം. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യണം. നന്നായിട്ട് പ്ലാൻ ആൻഡ് സ്ട്രക്ചർ യുവർ ടൈമിങ്സ്, എങ്ങനെയാണ് ഹൗ ടു സ്പെൻഡ് എന്നുള്ളത് നമ്മൾ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജോയ്മെൻറ്റും ആവും. അതോടുകൂടി നമുക്ക് കുറച്ചും കൂടി നമ്മളെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് ഇയറിലേക്ക് കുറച്ചും കൂടി പെർഫോമൻസ് ബെറ്റർ ആക്കാനും പറ്റും. അപ്പോൾ പാരൻസ് ആയാലും ആലോചിക്കുന്നത് തന്നെയാണ്, ഈ വെക്കേഷനിൽ ഇപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയും വേണം, അതോടുകൂടി അവർക്ക് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ നെക്സ്റ്റ് ഇയറിലേക്ക് സമ്പാദിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയല്ലേ, വെക്കേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ പിന്നെ ടൂർ പ്ലാൻ ചെയ്തൊക്കെയാണ് നല്ലത്, അതിന് മാക്സിമം എങ്ങനെ സന്തോഷം കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്താലേ ലൈഫിന് ഹാപ്പി ആവും. ശരിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ടിപ്സ്, നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് ഒന്നും പറഞ്ഞു തരപ്പിക്കില്ല, കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അറിയുന്ന കാര്യം തന്നെ കേട്ടോ. പക്ഷെ അറിയുന്ന കാര്യമായാലും നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അറിയുന്ന കാര്യങ്ങളെ കൂടുതൽ തെറ്റിക്കുക. ശരിയല്ലേ? അപ്പോൾ ഒരു റിമൈൻഡർ നമുക്കൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം ഞാനൊന്ന് പറയാൻ പോവാം. വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ എണീക്കുക, നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ആരും നമ്മളെ കൺട്രോൾ ചെയ്യുക. 8 മണിക്കോ 10 മണിക്കോ 11 മണി വരെയൊക്കെ ഉറങ്ങാം. അപ്പോൾ അത് ആ ഒരു ശീലം നമുക്ക് ഈ 2 months വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചാലും നമുക്ക് പഠിക്കുക, അസൈൻമെൻറ്റ് എഴുതുക, അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോർണിംഗ് അല്ലെങ്കിൽ രാവിലെ സമയത്തിൻ്റെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഫ്രഷ് എനർജി ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമാണ്. ആ ഒരു മോർണിംഗിൻ്റെ ഒരു ബ്യൂട്ടി നമുക്കത് നീച്ച് നോക്കിയാൽ തന്നെ അറിയാം. നീക്ക് ഭയങ്കര മടിയൊക്കെ ഉണ്ടാവും. ശരിയാണ്, എനിക്കായാലും ഉണ്ടാവും മടിയൊക്കെ. പക്ഷെ ആ മടീനെ ഓവർകം ചെയ്തിട്ട് 1-2 ദിവസം നിങ്ങളൊന്ന് നീറ്റ് നോക്കൂ. എന്നിട്ടൊന്ന് ചെറിയ എക്സസൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് മൈൻഡിന് വേണ്ട ചെറിയ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഈ 10 months എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹറി ബറി ഇതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ നർച്ചർ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഈ 2 months അതിനൊരു കാര്യമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താ, നമ്മൾ പറയില്ലേ, ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. നമുക്ക് ഹാബിറ്റായിട്ടുള്ള കാര്യം ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ സമയം അങ്ങനെ ചെയ്യണം. അപ്പോൾ എല്ലാവരും സംബന്ധിച്ചൊരു രാവിലെ എണീച്ചിട്ട് എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുകയല്ല, പുറത്തു കൂടെയൊക്കെ ഇറങ്ങി നടക്കുക, നല്ല ഫ്രഷ് എനർജിയോ ഫ്രഷ് എയറൊക്കെ എൻജോയ് ചെയ്യുക, പക്ഷികളും എല്ലാം ഒന്ന് കണ്ണ് തുറന്ന് കാണുക, എക്സസൈസൊക്കെ ചെയ്യുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഫസ്റ്റ് വൺ. ഇനി നെക്സ്റ്റ് എന്താ, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം എന്താ, ഗെയിംസ്. നോ ഡൗട്ട് അല്ലേ, ഗെയിംസാണ്. എൻ്റർടൈൻമെൻറ്റിനുള്ള ഗെയിംസാണ്. 2 തരം ഗെയിംസ് ഉണ്ടല്ലോ, ഇൻഡോർ ഗെയിംസും ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്. ബോയ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തന്നെയാണ് ഔട്ട്ഡോർ ഗെയിംസ് തന്നെ. പക്ഷെ 2നും ഈക്വൽ ഇമ്പോർട്ടൻസ് ആട്ടോ. ഇൻഡോർ ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ മെൻ്റൽ ഫിറ്റ്നസ്, മാനസികമായിട്ട്. ഇപ്പോൾ ചെസ്സൊക്കെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഷാർപ്പാകും, കോൺസെൻട്രേഷനൊക്കെ കൂടും. സുഡോക്കോ കുറേ ഗെയിംസ് ഉണ്ട്. അത് ഇൻഡോർ ഗെയിംസ്, അത് മെൻ്റൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഔട്ട്ഡോർ ഗെയിംസ് ആണ് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റും നമുക്ക് കൂടുതൽ എനർജറ്റിക്കും ആകാൻ പറ്റും. അതും നിങ്ങൾ ചെയ്തു. ഏതൊക്കെയാ വെച്ചാൽ അത് നമുക്ക് മാക്സിമം ചെയ്യണം.
പിന്നെ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി ഏതെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ പാട്ടാവാം, ഡാൻസ് ആവാം, പിന്നെ വേറെ കുറേ ഉണ്ടല്ലോ. ഏതൊക്കെയാണ് ഏതാണ് അവനവന് ഇഷ്ടം വെച്ചാൽ ഒരുപാട് ടൈമൊന്നും വേണ്ടല്ലോ, 1-2 മണിക്കൂറായി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ എനർജി നമുക്ക് വരിക ചെയ്യുക. അതല്ലേ ശരിക്കും ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു സമയം കൂടിയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടും. അത് നമ്മുടെ മൈൻഡിനെ ഒരു ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാർജർ തന്നെയാണ്. അത് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പറയണമെന്ന് വെച്ചോളൂ. നന്നായിട്ട് നമ്മൾ ആ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ടുണ്ട് എന്ത് ഓർഫനേജ് ഹോംസ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. അവിടെയൊക്കെ പറ്റും. ഈ ഒഴിവുകാലത്തല്ലേ പറ്റുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കുക, എന്തെങ്കിലും അവനൊന്ന് പറ്റണതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ കുഞ്ഞു കുറച്ച് സ്വീറ്റ്സ് ആണെങ്കിലും അങ്ങനെ ചെറിയ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ബ്ലെസ്സിങ്സ്, അതൊക്കെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സമാധാനത്തോടു കൂടി നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം, നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒപ്പം വരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനും അങ്ങനെയുള്ള ഒരു സമയമാണ്. അതാരും മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഫാമിലിയോട് കൂടി എല്ലാവരുടെയും കൂടി നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. കളി മാത്രം പോരാ, നമ്മുടെ കസിൻസും എല്ലാവരുമായിട്ട് നമ്മൾ നല്ല റിലേഷൻഷിപ്പ് തന്നെ ഇതാക്കണം. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു കാര്യം, നിങ്ങൾക്കത് എത്ര ഇഷ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുക, ഇതും കൂടി ആ ടിപ്പിൽ ചേർക്കണം. നിങ്ങൾ കുറച്ച് അറ്റൻഷൻ എന്തിനു കൊടുക്കണം? നിങ്ങളുടെ വീക്കർ സബ്ജക്റ്റിന് കൊടുക്കണം. ഒരു 1 hour അത്രയല്ലേ ഉള്ളൂ. ബാക്കിയുള്ള സമയമൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. പക്ഷെ 1 മണിക്കൂർ ഇപ്പോൾ നമുക്ക് ഏതിലാണോ വീക്കായിട്ടുള്ളത് ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ആരുടെ വെച്ചാൽ ആ ഒരു ഹെൽപ്പ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ടിപ്സോട് കൂടി നമ്മൾ കുറച്ച് പ്ലാനിങ്ങോട് കൂടി നമ്മുടെ ഒഴിവുകാലം നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മാക്സിമം എൻജോയ്മെൻ്റ് ആവുകയും ചെയ്യും. അതോടുകൂടി പിന്നെ ഒന്നും കൂടി എൻ്റെ മറന്നുപോയി, എന്താണറിയോ? ഇപ്പോഴത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്താ? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പോൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ടി വിയിലൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾ ഇംഗ്ലീഷും ഹിന്ദി മൂവീസും സീരിയൽസും ഒക്കെ കാണുന്നവരായിരിക്കും. അത് ലാംഗ്വേജ് ഇമ്പ്രൂവ്. പക്ഷെ അതിനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് നല്ല നല്ല ബുക്സൊക്കെ വായിക്കുക. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യുക? നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ നിന്നുള്ള ഒരു ഉദ്ദേശമല്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രമാത്രം വെൽ എക്വിപ്ഡ് ആവണോ, എല്ലാ കഴിവുകളും നിറഞ്ഞവരാവണോ, അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒഴിവുകാലം എല്ലാവർക്കും വളരെ മനോഹരവും അതുപോലെ വളരെ യൂസ്ഫുള്ളും, എല്ലാവരും നല്ല സ്മാർട്ട് കുട്ടന്മാരും കുട്ടികളുമായിട്ട് മാറട്ടെ എന്നുള്ള ശുഭവിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ? ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.